ഇന്നൊരു തേനൂറും മാങ്ങാക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ തന്നെ മാവിലുണ്ടായ മാങ്ങയാണ്. അതെല്ലാം രാജ്മോളെടുത്ത് വൃത്തിയാക്കി തൊലിയെല്ലാം കളയുവാണ്. അത് കളഞ്ഞിട്ട് ഇതിനകത്ത് ആദ്യം കാണിച്ച അരപ്പെല്ലാം അരയ്ക്കുവാണ്. ആ കാണിച്ച അരപ്പെല്ലാം അരച്ച് നമ്മൾ മിക്സിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഒരു ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിരുന്നു നമ്മുടെ മാങ്ങ. അതും ആ അരപ്പരച്ചതും കുറച്ച് മുളക് പൊടിയും ഉപ്പും ലേശം പഞ്ചസാരയും ഒക്കെ ഇട്ട് നല്ലോണം ഇളക്കി ഇതിൻ്റെ ആ പുളിശ്ശേരിയുടെ ആ കറിയുടെ ആ വെള്ളം റെഡിയാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച മാങ്ങയും അതിൻ്റെ വെള്ളവും എല്ലാം ഒഴിച്ച് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അതിൽ കിടന്ന് ഭയങ്കരമായിട്ട് തിളയ്ക്കണ്ട, അത്യാവശ്യം നല്ലോണം ഒന്ന് റെഡിയായി വരണം. തൈര് വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് തൈര് കൂടെ ഒഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊതിയൂറും മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി